+1 സുവോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററായ ആനിമൽ കിങ്ഡത്തിലെ പാർട്ട് 3യിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അടുത്തത് പഠിക്കാൻ പോകുന്നത് ഫൈലം പ്ലാറ്റിഹെൽമിന്തസിനെ പറ്റിയിട്ടാണ്. നോർമലി ഫൈലം പ്ലാറ്റിഹെൽമിന്തസിലുള്ള ഓർഗാനിസത്തിനെ ഫ്ലാറ്റ് വേംസ് എന്നാണ് അറിയപ്പെടുന്നത്. ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൻ്റെ ജനറൽ ക്യാരക്ടർ പറയുമ്പം ഇവർക്ക് ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൺ ആൻഡ് ഓർഗൺ സിസ്റ്റം ലെവൽ വരെയുള്ള ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പം ഇവർ നേരത്തെ പഠിച്ച ഫൈലത്തെക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഇവർക്ക് ഓർഗൺ ആൻഡ് ഓർഗൺ സിസ്റ്റം ലെവൽ വരെ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. എക്സാമ്പിൾ ആണ് താഴെ കൊടുത്തിരിക്കുന്ന ടേപ്പ് വേമും പ്ലാനേറിയയും. ഈ സിമിട്രിയുടെ കാര്യം പറയുമ്പം ഇവർ ബൈലാറ്ററലി സിമിട്രിക്കലാണ്. അത് രണ്ട് ഈക്വൽ ഹാഫ് ആയിട്ട് തിരിക്കാൻ സാധിക്കുന്നു. ഇനി ജെർമിനൽ ലെയേഴ്സിൻ്റെ കാര്യം പറയുമ്പം ഇവർ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. അതായത് എംബ്രിയോ ഡെവലപ്മെന്റ് സമയത്ത് 3 ജെർമിനൽ ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ എക്ടോഡേം, മിഡിൽ മീസോഡേം ആൻഡ് ഇന്നർ എൻഡോഡേം. ഇനി സീലോമിന്റെ കാര്യം പറയാനാണെങ്കിൽ ദേ ആർ അസീലോമേറ്റ്. ഇവർക്ക് ബോഡി ക്യാവിറ്റികൾ ഇല്ല, അല്ലെങ്കിൽ സ്പേസുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ദേ ആർ അസീലോമേറ്റ്, നോ സീലോം എന്ന് വേണേൽ പറയാം. ഇനി ഹാബിറ്റ് ആൻഡ് ഹാബിറ്റാറ്റിന്റെ കാര്യം പറയുമ്പം മെയിൻലി അക്വാട്ടിക് ആണ്, കൂടുതലും അക്വാട്ടിക് ആണ്. എൻഡോ പാരസൈറ്റ് ആയിട്ടുള്ളതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഉള്ളിൽ പാരസൈറ്റ് ആയിട്ടുള്ളതുണ്ട്, അതാണ് എൻഡോ പാരസൈറ്റ്. ചിലത് ഫ്രീ ലിവിങ് ആണ്. ഇപ്പം നമുക്ക് ഇത്തരത്തിൽ പറഞ്ഞ നമ്മൾ ഇവിടെ ആദ്യം പറഞ്ഞ ടേപ്പ് വേം ഒരു എൻഡോ പാരസൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്ലാനേറിയ ഒരു ഫ്രീ ലിവിങ് ആയിട്ട് അക്വാട്ടിക് ആയിട്ടുള്ള ഒരു ഫോമാണ്. ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണ്. ഒരു സിംഗിൾ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. അത് ആണ് ബോത്ത് മൗത്ത് ആൻഡ് ഏനസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണ്. ഇനി റെസ്പിറേറ്ററി സിസ്റ്റം ഇവർക്ക് ആബ്സെന്റ് ആണ്. അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റവും ആബ്സെന്റ് ആണ്. ഫൈലം പ്ലാറ്റിഹെൽമിന്തസിലെ റീപ്രൊഡക്ഷൻ അസെക്ഷലി ബൈ ഫ്രാഗ്മെന്റേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുമ്പം നിങ്ങൾ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ ഫ്രാഗ്മെന്റേഷൻ ഇൻ പ്ലാനേറിയ ഹാസ് ഹൈ റീജനറേഷൻ കപ്പാസിറ്റി. പ്ലാനേറിയ എന്ന് പറയുന്ന പ്ലാറ്റിഹെൽമിന്തസിന് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അസെക്ഷലി ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. അവയ്ക്ക് ഹൈ റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനേറിയ എന്ന് പറയുന്ന ഓർഗാനിസത്തിന്റെ ഏത് പാർട്ടും മുറിഞ്ഞു പോയാലും ആ മുറിഞ്ഞു പോയ പാർട്ടിൽ നിന്ന് അത് ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഹൈ റീജനറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. ഹെർമഫ്രോഡൈറ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. ലാർവൽ സ്റ്റേജ് ഉണ്ട്. മെനി ലാർവൽ സ്റ്റേജസ് ഉണ്ട് ഡെവലപ്മെന്റ് സമയത്ത്. യുണീക് ഫീച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. അൺസെഗ്മെന്റഡ് ആയിട്ടുള്ള ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡിയാണ് പ്ലാറ്റിഹെൽമിന്തസിനുള്ളത്. അൺസെഗ്മെന്റഡ് എന്ന് പറയുമ്പോൾ ബോഡിയിൽ കണ്ട് ഇതുപോലെ സെഗ്മെന്റ്സ് ആയിട്ടൊന്നും തിരിക്കാതെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബോഡിയാണ്, വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ബോഡിയാണ്. ഡോർസോ വെൻട്രൽ എന്ന് പറയുമ്പോൾ ഒരു മുകളിലത്തെ വശം ഡോർസൽ സൈഡും താഴെ വശം വെൻട്രൽ സൈഡും ഉണ്ട്. എന്നാൽ ടേപ്പ് വേംസിന് മാത്രം അവരുടെ ബോഡി നമുക്ക് നോക്കുമ്പോൾ ഇതുപോലത്തെ പല സെഗ്മെന്റുകളായിട്ട് നമുക്ക് പല സെഗ്മെന്റുകൾ കൂടി ചേർന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് ടേപ്പ് വേംസിന് മാത്രമാണ് സെഗ്മെന്റഡ് ബോഡി ഉള്ളത്. ഇനി അടുത്ത യൂണിക് ഫീച്ചർ എന്ന് പറയുന്നത് ഇവർക്ക് എക്സ്ക്രീഷൻ നടത്തുന്നത് ഫ്ലെയിം സെൽസ് വഴിയാണ്, അല്ലെങ്കിൽ നമ്മൾ അതിന് പ്രോട്ടോനെഫ്രിഡിയ എന്ന് പറയും. യുണീക് ഫീച്ചർ എന്ന് അടുത്തതായിട്ടുള്ളത് ഹുക്ക് ആൻഡ് സക്കേഴ്സ് ഇൻ പാരസിറ്റിക് ഫോംസ്. അതായത് എൻഡോ പാരസിറ്റിക് ആണെന്ന് നമ്മൾ പറഞ്ഞു, ശരീരത്തിനുള്ളിൽ കാണുന്നു. അപ്പോൾ ഇവർക്ക് ഇവരുടെ സ്ട്രക്ചറിൽ ഹുക്ക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതുപോലെ തന്നെ സക്കേഴ്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്പം ഈ ഹുക്ക് എന്ന് പറയുന്ന ഭാഗത്തിന്റെ സഹായത്തോടെയാണ് നമ്മുടെ ബോഡിയിൽ, ഇന്റേണൽ ബോഡിയിലൊക്കെ ഇവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ സക്കേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തിന്റെ സഹായത്തോടെയാണ് ന്യൂട്രിയൻസ് മുഴുവൻ വലിച്ചെടുക്കുന്നത്. സം അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് ത്രൂ ദെയർ ബോഡി സർഫസ്. അതായത് ഇതിന്റെ ബോഡി സർഫസിലുള്ള സക്കേഴ്സ് വഴിയാണ് ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കുന്നത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് ആണ്. ടീനിയ സോളിയം അല്ലെങ്കിൽ പോർക്ക് ടേപ്പ് വേം എന്ന് പറയും. ഏകദേശം നമ്മുടെ പന്നിയുടെ ഒക്കെ ഇൻഡസ്റ്റൈനിലാണ് ഇത്തരത്തിലുള്ള ടേപ്പ് വേംസ് കാണുന്നത്. അതുപോലെ തന്നെ ഫേഷ്യോള, ലിവർ ഫ്ലൂക്ക്, പ്ലാനേറിയ, ഇതൊക്കെ ഫൈലം പ്ലാറ്റിഹെൽമിന്തസിന്റെ എക്സാമ്പിളുകളാണ്. ഇനി ഫൈലം പ്ലാറ്റിഹെൽമിന്തസിന്റെ ക്യാരക്ടേഴ്സ് നമുക്ക് അറ്റ് എ ഗ്ലാൻസ് നോക്കാം.
ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ഉണ്ട്. സിമെട്രി ബൈലാറ്ററൽ ആണ്. ജേം ലെയേഴ്സ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. സീലോം അസീലോമേറ്റ് ആണ്. ഹാബിറ്റ് ആൻഡ് ഹാബിറ്റാറ്റ് മെയിൻലി അക്വാട്ടിക് ആണ്. എൻഡോപാരസൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ചിലത് ഫ്രീ ലിവിംഗ് ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണ്. റെസ്പിറേറ്ററി സിസ്റ്റവും സർക്കുലേറ്ററി സിസ്റ്റവും ആബ്സെന്റ് ആണ്. റീപ്രൊഡക്ഷൻ അസെക്ഷൽ ബൈ ഫ്രാഗ്മെന്റേഷനും അതുപോലെ തന്നെ സെക്ഷൽ ഉണ്ട്. ഹെർമഫ്രൊഡൈറ്റ് ആണ്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഉണ്ട്. ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. മെനി ലാർവൽ സ്റ്റേജസും ഉണ്ട്. യൂണീക് ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇവർക്ക് അൺസെഗ്മെന്റഡ് ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി ആണ്, ടേപ്പംസ് ഒഴിച്ച്. എക്സ്ക്രീഷൻ ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ പ്രോട്ടോനെഫ്രീഡിയ വഴിയാണ്. പാരസിറ്റിക് ഫോംസിന് ഹുക്കും സക്കേഴ്സും ഉണ്ട്. ഇനി ഇതിലെ ഹുക്ക് വഴി അറ്റാച്ച് ചെയ്യുന്നു, സക്കേഴ്സ് വഴി ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നു. എക്സാമ്പിൾസ് ആണ് ടീനിയ സോളിയം, ഫേഷ്യോള ആൻഡ് പ്ലാനേറിയ. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ഫൈലമാണ് ഫൈലം ആഷ് ഹെൽമിന്തസ് അല്ലെങ്കിൽ റൗണ്ട് വേംസ് എന്ന് പറയും. ഫൈലം ആഷ് ഹെൽമിന്തസിന്റെ ജനറൽ ക്യാരക്ടർ ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ ഓർഗൻ സിസ്റ്റം ലെവൽ വരെയാണ്. അപ്പോൾ ഇവർ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഈ ഫൈലത്തിലുള്ള ഓർഗാനിസത്തിന് എല്ലാത്തിനും ഓർഗൻ സിസ്റ്റം ലെവൽ വരെയുള്ള ഓർഗനൈസേഷൻ ആണ് ഉള്ളത്. എക്സാമ്പിൾ ആണ് ഹുക്ക് വേമും അസ്കാരിസും. ഇനി സിമെട്രി പറ്റി പറയുവാണെങ്കിൽ ബൈലാറ്ററലി സിമെട്രിക്കലാണ്. രണ്ട് ഈക്വൽ ഹാഫ് ആയിട്ട് തിരിക്കാൻ സാധിക്കുന്നു. ജെർമിനൽ ലെയേഴ്സ് മെയിൻ ആയിട്ട് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. 3 ലെയർ ഉണ്ട്. ഔട്ടർ എക്ടോഡേം, മിഡിൽ മീസോഡേം ആൻഡ് ഇന്നർ എൻഡോഡേം. സീലോം സ്യൂഡോ സീലോമേറ്റ് ആണ്. അതായത് ഇവർക്ക് ഫാൾസ് സീലോം ഉണ്ട്. ട്രൂ സീലോം ഇല്ല, ഫാൾസ് സീലോമേറ്റ് ആണ് ഫൈലം ആഷ് ഹെൽമിന്തസിലുള്ള ഓർഗാനിസംസ്. ഹാബിറ്റ് ആൻഡ് ഹാബിറ്റാറ്റ് അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ ആണ്. അക്വാട്ടിക് എന്ന് പറയുമ്പം വെള്ളത്തിലും കാണാം, ടെറസ്ട്രിയൽ നമുക്ക് കരയിലും കാണാൻ സാധിക്കുന്നു. ഫ്രീ ലിവിംഗ് ആണ്. ചിലത് പാരസിറ്റിക് ആണ്. പ്ലാന്റ്സിലും ആനിമൽസിലും ഫ്രീ ലിവിംഗും ഉണ്ട്, അതുപോലെ തന്നെ പാരസിറ്റിക് ഫോംസും ഉണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ പറ്റി പറയുമ്പം കംപ്ലീറ്റ് ആണ്. ഇറ്റ് ഹാസ് ബോത്ത് മൗത്ത് ആൻഡ് ഏനസ്. അതുകൊണ്ട് തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. ട്യൂബുലർ എലിമെന്ററി കനാൽ വിത്ത് വെൽ ഡെവലപ്ഡ് മസ്കുലർ ഫാരിങ്സ്. എലിമെന്ററി കനാൽ ട്യൂബുലർ ആണ്, അതിന് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള മസ്കുലർ ഫാരിങ്സ് ഉണ്ട്. ഇനി റെസ്പിറേറ്ററി സിസ്റ്റം ആബ്സെന്റ് ആണ്. അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റവും ആബ്സെന്റ് ആണ്. റീപ്രൊഡക്ഷൻ ഡയേഷ്യസ് ആണ്. സെക്സസ് സെപ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആഷ് ഹെൽമിന്തസിലുള്ള ജീവികൾ മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ആണ്. അതുകൊണ്ടാണ് ഡയേഷ്യസ് എന്ന് പറയുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇന്റേണൽ ആണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഡെവലപ്മെന്റ് ചില ജീവികളിൽ ഡയറക്റ്റ് ആണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലാർവൽ സ്റ്റേജ് ഇല്ല. ചിലതിൽ ഇൻഡയറക്റ്റ് ആണ്, അവിടെ ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ട്. ഇനി യുണീക് ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബോഡി സർക്കുലർ ഇൻ ക്രോസ് സെക്ഷൻ. അപ്പം നമുക്ക് ഈ ഫൈലം ആഷ് ഹെൽമിന്തസിലുള്ള റൗണ്ട് വേംസ് ആണ് നമ്മൾ ഓൾറെഡി കോമൺലി പറഞ്ഞു. അപ്പോൾ ഏകദേശം അവരുടെ ബോഡി സർക്കുലർ ആണ് ക്രോസ് സെക്ഷൻ എടുക്കുമ്പം. അതുപോലെ തന്നെ സിൻസീഷ്യൽ എപ്പിഡെമിസ് ആണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള എപ്പിഡെമിസ് ആണ്. തിക്ക് ക്യൂട്ടിക്കിളും ഉണ്ട്. ആൻഡ് എക്സ്ക്രിയേറ്ററി ട്യൂബ് ടു റിമൂവ് ബോഡി വേസ്റ്റ് ത്രൂ എക്സ്ക്രീറ്ററി പോർ. ഇനി ഇവിടെ അടുത്തൊരു യുണീക് ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇവർക്കൊരു എക്സ്ക്രീറ്ററി ട്യൂബ് ഉണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി വേസ്റ്റ് റിമൂവ് ചെയ്യേണ്ട, എക്സ്ക്രീറ്ററി പോറിലൂടെ റിമൂവ് ചെയ്യുന്ന ബോഡി വേസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ക്രീറ്ററി ട്യൂബ് ഉണ്ട്. ഇനി ഷോസ് സെക്ഷൽ ഡൈമോർഫിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർഫോളജിക്കലി ഡിഫറൻസ് കാണിക്കുന്നതാണ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ. അതിനാണ് നമ്മൾ സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറയുന്നത്. അപ്പം മോർഫോളജിക്കലി എന്ന് പറയുമ്പം എക്സ്റ്റേണലി നോക്കുമ്പോൾ മെയിലും ഫീമെയിലും ഡിഫറെൻ്റ് ആണ്. അത് ഉദാഹരണം പറയുന്നതാണ് അസ്കാരിസ് എന്ന് പറയുന്ന റൗണ്ട് വേമിനെ നോക്കുമ്പം അതിലെ ഫീമെയിൽസ് ലോങ്ങർ ആണ് മെയിൽസിനേക്കാളും, കുറച്ചും കൂടെ നീളമുണ്ട് ഫീമെയിൽസിന്. ഫൈലം ആഷ് ഹെൽമിന്തസിലെ കുറച്ച് എക്സാമ്പിളുകളാണ് അസ്കാരിസ്, ഹുക്ക്വേം, ആൻസൈക്ലോസ്റ്റോമ, വൗച്ചറേരിയ. ഇതൊക്കെ കോമൺ എക്സാമ്പിളുകളാണ്. ഫൈലം ആഷ് ഹെൽമിന്തസിലെ ക്യാരക്ടേഴ്സ് മുഴുവൻ നമുക്ക് നോക്കാം. ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ ഓർഗൻ സിസ്റ്റം ലെവൽ വരെയുണ്ട്. സിമെട്രി ബൈലാറ്ററൽ ആണ്. ജേം ലെയേഴ്സ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. സീലോം സ്യൂഡോ സീലോമേറ്റ് ആണ്. ഹാബിറ്റ് ആൻഡ് ഹാബിറ്റാറ്റ് അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ ഉണ്ട്. ഫ്രീ ലിവിംഗ് ആൻഡ് പാരസിറ്റിക് ഫോംസ് ഉണ്ട്.
ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. റെസ്പിറേറ്ററി ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം ആബ്സെന്റ് ആണ്. റീപ്രൊഡക്ഷൻ ഡയേഷ്യസ് ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ഡെവലപ്മെന്റ് ഈസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. യൂണീക് ഫീച്ചർ എന്ന് പറയുമ്പോൾ സിൻസീഷ്യൽ എപ്പിഡെമിസ് ആണ്. മൾട്ടി ന്യൂക്ലിയേറ്റഡ് എപ്പിഡെമിസ്. തിക് ക്യൂട്ടിക്കിൾ ഉണ്ട്. ഒരു എക്സ്ക്രീറ്ററി ട്യൂബ് ഉണ്ട് ടു റിമൂവ് ബോഡി വേസ്റ്റ് ത്രൂ എക്സ്ക്രീറ്ററി പോർ. സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്നു. എക്സാമ്പിൾസ് അസ്കാരിസ്, ആൻസൈക്ലോസ്റ്റോമ ആൻഡ് വൗച്ചറേരിയ. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ഫൈലമാണ് ഫൈലം അണ്ണലിഡ. നമ്മുടെ കോമൺ നാട്ടിലൊക്കെ കാണുന്ന മണ്ണിരയൊക്കെ അടങ്ങിയ ഫൈലമാണ് ഫൈലം അണ്ണലിഡ. റിംഗ്ഡ് ഓർ സെഗ്മെന്റഡ് വേംസ് എന്നാണ് കൂടുതലും ഈ ഫൈലത്തിൽ കാണുന്നത്. ജനറൽ ക്യാരക്ടർ നോക്കാം. ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ ഓർഗൻ സിസ്റ്റം ലെവൽ വരെയുണ്ട്. സിമെട്രി ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. ജെർമിനൽ ലെയേഴ്സ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഔട്ടർ എക്ടോഡേം, മിഡിൽ മീസോഡേം ആൻഡ് ഇന്നർ എൻഡോഡേം ഉണ്ട്. അതുകൊണ്ട് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. സീലോം സീലോമേറ്റ് ആണ്. ഇവർക്ക് കൃത്യമായിട്ടുള്ള ബോഡി ക്യാവിറ്റി ഉണ്ട്. നമുക്ക് ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കണ്ടോ, മീസോഡേമിന്റെ ഇടയ്ക്ക് കൃത്യമായിട്ടുള്ള ബോഡി ക്യാവിറ്റികളുണ്ട്. ഇനി ഹാബിറ്ററ്റ് എന്ന് പറയുമ്പോൾ ടെറസ്ട്രിയൽ ആണ്. കരയിലൊക്കെ കാണാൻ സാധിക്കുന്നു. എക്സാമ്പിൾ മണ്ണിര. അതുപോലെ തന്നെ ഫ്രഷ് വാട്ടറിലും ഉണ്ട്, മറൈൻ വാട്ടറിലും ഉണ്ട്. ഫ്രീ ലിവിങ് ആയിട്ടുള്ളതും ഉണ്ട്, പാരസിറ്റിക് ഫോംസിലായിട്ടുള്ളതും ഉണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. ഇവർക്ക് കൃത്യമായിട്ടുള്ള മൗത്തും ഏനസും അങ്ങനെ 2 ഓപ്പണിംഗ് ഉണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റം ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്കിന്നിലൂടെയാണ് റെസ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അതുകൊണ്ട് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആണ്. ചിലതിന് ബ്രാങ്കിയൽ റെസ്പിറേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിൽസ് എന്ന് പറയുന്ന ഓർഗൺ ഉണ്ടായിരിക്കും, അതുവഴിയായിരിക്കും റെസ്പിറേഷൻ നടത്തുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ്ഡ് ടൈപ്പ് ആണ്. എന്ന് പറയുമ്പോൾ അവർക്ക് ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. റീപ്രൊഡക്ഷൻ സെക്ഷൽ ആണ്. എർത്ത് വേംസും ലീച്ച് ആർ മൊണേഷ്യസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് വേമും നമ്മുടെ മണ്ണിര, ലീച്ച് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണട്ട എന്നൊക്കെ പറയുന്നത്, ലീച്ച് ചോര കുടിക്കുന്ന കണ്ണട്ട. ഓക്കെ, അപ്പോൾ അതിലെ എർത്ത് വേമും ലീച്ചും ഒക്കെ മൊണേഷ്യസ് ആണ്. എന്ന് വെച്ച് കഴിയുമ്പോൾ അവർക്ക് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ട്. നെറിസ് എന്ന് പറയുന്ന അണ്ണലിയുടെ ഗ്രൂപ്പിൽ വരുന്ന ഒരു ഓർഗാനിസം ഡയേഷ്യസ് ആണ്. അത് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ആണ്. ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ്. അവിടെ ലാർവൽ സ്റ്റേജ് ഉണ്ട്, അതുകൊണ്ട് ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. ഇനി അടുത്ത യൂണീക് ഫീച്ചർ എന്ന് പറയുന്നത് സെഗ്മെന്റേഷൻ ലൈക്ക് റിങ്സ്. നമുക്ക് മണ്ണിരയുടെ ഒക്കെ ശരീരത്തിൽ നോക്കുമ്പോൾ ഏകദേശം മനസ്സിലായി. ഇതിന്റെ ബോഡിയിലൊക്കെ കണ്ടോ, ഇതുപോലെ റിങ്സ് പോലെ സെഗ്മെന്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ സെഗ്മെന്റേഷൻ ലൈക്ക് റിങ്സ് എന്ന് പറയുന്നത്. അടുത്ത യൂണീക് ഫീച്ചർ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ മസിൽ ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ. അപ്പോൾ നമ്മൾ നോക്കുക, ഇത്തരത്തിലുള്ള ഒരു മണ്ണിര, ആ മണ്ണിരയുടെ ലോഞ്ചിറ്റ്യൂഡിനൽ നീളപ്പാട് ആയിട്ട് കിടക്കുന്ന ഒരു മസിൽ ഉണ്ട്. അത് നമ്മൾ പറയും, ഇതുപോലെ കിടക്കുന്ന മസിൽ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽ എന്ന് പറയും. അതുപോലെ തന്നെ അതിന്റെ ബോഡിയിൽ ഓരോ സെഗ്മെന്റിലും ഇത്തരത്തിലുള്ള സർക്കുലർ മസിൽസും ഉണ്ട്. അപ്പം ഈ സർക്കുലർ മസിൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ മസിലിന്റെ മൂവ്മെന്റ് അനുസരിച്ചാണ് ഇവരുടെ ലോക്കോമോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് നടക്കുന്നത്. അടുത്ത യൂണീക് ഫീച്ചർ ആണ് ലോക്കോമോട്ടറി ഓർഗൻസ് ആർ സീറ്റെ, എർത്ത്വേം. മണ്ണിരയിലൊക്കെ അതിന്റെ ശരീരത്തിൽ നോക്കുമ്പം ഏകദേശം ഇതുപോലത്തെ കുഞ്ഞു സീറ്റെ എന്ന് പറയുന്ന പ്രൊജക്ഷൻ ഉണ്ട്, അതുവഴിയാണ് മൂവ്മെന്റ് നടത്തുന്നത്. എന്നാൽ നെരിസ് എന്ന് പറയുന്ന ഓർഗാനിസത്തിന് ലോക്കോമോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് പാരപ്പോഡിയ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ചെറിയ കാലിന്റെ സഹായത്തോടെ നമ്മൾ പാരപ്പോഡിയ എന്നാണ് പറയുന്നത്. അപ്പം ലോക്കോമോട്ടറി ഓർഗൻസ് സീറ്റെ ഇൻ എർത്ത്വേം ആൻഡ് പാരപ്പോഡിയ ഇൻ നെരിസ്. അടുത്ത യൂണീക് ഫീച്ചർ ആണ് മെയിൻ ആയിട്ട് ഇവർക്ക് എക്സ്ക്രീഷൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രൊഡക്ട്സ് നടക്കുന്നത് നെഫ്രീഡിയ വഴിയാണ്. അടുത്ത യൂണീക് ഫീച്ചർ എന്ന് പറയുമ്പോൾ പെയർഡ് ഗാംഗ്ലിയ ഉണ്ട്, കണക്റ്റഡ് ബൈ ലാറ്ററൽ നെർവ്സ് ടു എ ഡബിൾ വെൻട്രൽ നെർവ് കോഡ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ സെറിബ്രൽ ഗാംഗ്ലിയോൺ എന്ന് പറയുന്ന പെയറായിട്ട് കാണുന്നത്. രണ്ട് വശത്തും
നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് പെയർഡ് ഗാംഗ്ലിയ കണക്ട് ചെയ്തിരിക്കുന്നത് ബൈ ലാറ്ററൽ നെർവ്സ്. ഈ സൈഡിൽ കൂടെയുള്ള നെർവ്സ് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എങ്ങോട്ടായ നോക്കി, ഒരു സെൻട്രൽ നെർവ് കോഡിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഫൈലം അണലിയുടെ വരുന്ന കോമൺ എക്സാമ്പിൾസ് ആണ് എർത്ത് വേം ഫെരത്തിമ, ലീച്ച് ഹിരുഡിനേറിയ ആൻഡ് നെരീസ് അല്ലെങ്കിൽ സാൻഡ് വേം. ഫൈലം അണലിയുടെ ജനറൽ ക്യാരക്ടേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ ഓർഗൻ സിസ്റ്റം ലെവൽ വരെയുണ്ട്. സിമെട്രി ബൈലാറ്ററൽ ആണ്. ജേംലേസ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. സീലോമേറ്റ് ആണ്. ഹാബിറ്റ് ആൻഡ് ഹാബിറ്റാറ്റ് ടെറസ്ട്രിയൽ ഉണ്ട്, ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഉണ്ട്, ഫ്രീ ലിവിംഗ് ആൻഡ് പാരസിറ്റിക് ഫോംസ് ഉണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. റെസ്പിറേഷൻ ക്യൂട്ടേനിയസ് റെസ്പിറേഷനും ഉണ്ട്, അതുപോലെ തന്നെ ബ്രാങ്കിയൽ റെസ്പിറേഷൻ ഉണ്ട്. സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ്ഡ് ടൈപ്പ് ആണ്. റീപ്രൊഡക്ഷൻ സെക്ഷൽ ഉണ്ട്. എർത്തോംസും ലീച്ചും മോണേഷ്യസ് ആണ്. ബോത്ത് മെയിൽ ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഉണ്ട്. നെരീസ് ഡയേഷ്യസ് ആണ്, അതായത് മെയിൽ ഫീമെയിൽ ഓർഗൻസ് സെപ്പറേറ്റ് ഓർഗൻസ് ഇത് കാണുന്നു. ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. യുണീക് ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇവർക്ക് ട്രൂ സെഗ്മെന്റേഷൻ ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡൽ ആണ്, സർക്കുലർ മസിൽ ആണ് ലോക്കോമോഷന് സഹായിക്കുന്നത്. ലോക്കോമോട്ടറി ഓർഗൻസ് മെയിൻ ആയിട്ട് സീറ്റേ ആൻഡ് പാരപ്പോഡി ആണ്. എക്സ്ക്രീഷൻ നടത്തുന്നത് നെഫ്രീഡിയ വഴിയാണ്. പെയർഡ് ഗാംഗ്ലിയ, ലാറ്ററൽ നെർവ്സ് ആൻഡ് ഡബിൾ വെൻട്രൽ നെർവ് കോഡ് ഉണ്ട്. എക്സാമ്പിൾസ് ആണ് ഫെരത്തിമ, ഹിരുഡിനേറിയ ആൻഡ് നെറിസ്.